DCB മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സംസ്ഥാനത്ത് തിരഞ്ഞെടുപ്പും വിഷുവുമെല്ലാം കഴിഞ്ഞിരിക്കുന്ന സാഹചര്യത്തിൽ ഏപ്രിൽ മെയ് മാസങ്ങളിലെ പെൻഷൻ വിതരണം ഇനി എങ്ങനെയായിരിക്കും എന്നതിനെക്കുറിച്ചുള്ള ഇൻഫർമേഷനുകളാണ് ഷെയർ ചെയ്യുന്നത്. ആദ്യമായി ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് കൂടി തരിക. ഇലക്ഷൻ പെരുമാറ്റച്ചട്ടത്തിൽ കുടുങ്ങി ക്ഷേമ പെൻഷൻ വിതരണം താളം തെറ്റാതിരിക്കുവാനായി ഇലക്ഷന് മുമ്പേ തന്നെ സർക്കാർ മാർച്ച്, ഏപ്രിൽ, മെയ് എന്നീ 3 മാസങ്ങളിലെ ക്ഷേമ ആനുകൂല്യങ്ങൾക്ക് വേണ്ടിയുള്ള ഉത്തരവുകൾ പുറപ്പെടുവിച്ചിരുന്നു. അതിൽ സ്ത്രീ സുരക്ഷാ പെൻഷൻ ഒഴിച്ച് മറ്റ് പ്രധാന പെൻഷനുകളായ സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി ബോർഡ് പെൻഷനുകൾ, നിർമ്മാണ തൊഴിലാളികളുടെ ഏതാനും മാസത്തെ കുടിശ്ശിക പെൻഷനുകൾ, യുവതി യുവാക്കൾക്കുള്ള കണക്ട് വർക്ക് സ്കോളർഷിപ്പുകൾ എന്നിവയെല്ലാം വിഷുവിന് മുൻപായി തന്നെ എത്തിയിരുന്നു. എന്നാൽ സ്ത്രീ സുരക്ഷാ പെൻഷന്റെ 1000 രൂപ മാത്രം ഏപ്രിൽ മാസത്തിൽ ഇതുവരെ എത്തിയില്ല. 2026 ഫെബ്രുവരിയിൽ ആദ്യമായി സ്ത്രീ സുരക്ഷാ പെൻഷൻ വിതരണം ചെയ്തപ്പോൾ 10 ലക്ഷത്തിലധികം പേർക്കാണ് ലഭിച്ചത്. മാർച്ച് മാസത്തിൽ വിതരണം ചെയ്തപ്പോൾ 16 ലക്ഷത്തോളം പേർക്ക് തുക ലഭിച്ചിരുന്നു. ഏപ്രിൽ മാസത്തിൽ 20 ലക്ഷത്തിനടുത്ത് ഗുണഭോക്താക്കൾക്ക് സ്ത്രീ സുരക്ഷാ പെൻഷൻ ലഭിക്കുമെന്നാണ് കരുതുന്നത്. ഏപ്രിൽ മാസത്തിൽ സ്ത്രീ സുരക്ഷാ പെൻഷൻ 1000 രൂപ വീതം ഇത്ര പേർക്ക് വിതരണം ചെയ്യുന്നതിന് മൊത്തം എത്ര തുക എന്ന കൃത്യമായ ഒരു ഉത്തരവ് ധനവകുപ്പിൽ നിന്നും എത്താത്തത് കൊണ്ടാണ് പെൻഷൻ ഇതുവരെയും വിതരണം ചെയ്യാതിരിക്കുന്നത്. അടുത്ത ആഴ്ച പെൻഷൻ ഉത്തരവ് ഇറങ്ങുകയാണെങ്കിൽ സ്ത്രീ സുരക്ഷാ പെൻഷൻ വിതരണവും ഈ മാസം തന്നെ ഉണ്ടാകും. ഓരോ മാസവും സ്ത്രീ സുരക്ഷാ പെൻഷൻ ലഭിക്കുന്നവരുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. പുതുതായി ലഭിക്കുന്ന അപേക്ഷകൾ അതത് പഞ്ചായത്തുകളുടെയും മുനിസിപ്പാലിറ്റികളുടെയും ഭരണസമിതികൾ കൂടി അംഗീകരിച്ചു പാസാക്കിയതിനു ശേഷം മാത്രമേ അക്കൗണ്ടുകളിലേക്ക് തുക ലഭിക്കുകയുള്ളൂ. സംസ്ഥാനത്തെ 32 ലക്ഷത്തോളം വനിതകൾക്ക് ഈ ആനുകൂല്യം നൽകേണ്ടി വരുമെന്നാണ് സർക്കാരിൻ്റെ കണക്കെങ്കിലും ഇപ്പോഴും 20 ലക്ഷത്തിനടുത്ത് അപേക്ഷകളെ ലഭിച്ചിട്ടുള്ളൂ. മഞ്ഞ പിങ്ക് റേഷൻ കാർഡിൽ ഉൾപ്പെട്ട 35-നും 60-നും ഇടയിൽ പ്രായമുള്ള, നിലവിൽ സർക്കാർ, അർദ്ധ സർക്കാർ ജോലികളോ സർക്കാരിൻ്റെ മറ്റ് ക്ഷേമ പെൻഷനുകളോ ലഭിക്കാത്ത സ്ത്രീകൾക്ക് ഈ പെൻഷൻ പദ്ധതിയിലേക്ക് ഇനിയും അപേക്ഷ നൽകാവുന്നതാണ്. മറ്റൊന്ന്, നിർമ്മാണ തൊഴിലാളി പെൻഷന്റെ കുടിശ്ശികയായ 1600 രൂപയുടെ 5 ഗഡുക്കൾ വിതരണം ചെയ്യുമെന്നാണ് റിപ്പോർട്ടുകളിൽ വന്നതെങ്കിലും പലർക്കും 3 ഗഡുക്കളൊക്കെ മാത്രമേ ലഭിച്ചിട്ടുള്ളൂ. മെയ് മാസത്തിലും പെൻഷൻ വിതരണം ഉണ്ടാകുമെങ്കിലും എത്ര ഗഡു കുടിശ്ശിക പെൻഷൻ ഉണ്ടാകുമെന്ന കാര്യത്തിൽ ഇതുവരെ അറിയിപ്പുകളൊന്നുമില്ല. അതേസമയം വാർദ്ധക്യകാല പെൻഷൻ, വിധവാ പെൻഷൻ, ഭിന്നശേഷി പെൻഷൻ പോലുള്ള സാമൂഹ്യ സുരക്ഷാ പെൻഷനുകളും സർക്കാർ ധനസഹായത്തോടെ വിതരണം ചെയ്യുന്ന 16 ക്ഷേമനിധി ബോർഡ് പെൻഷനുകളും വോട്ടെടുപ്പിന് മുൻപേ തന്നെ ഈസ്റ്റർ, വിഷു എന്നിവ പ്രമാണിച്ച് ഏപ്രിൽ മാസത്തിൽ വിതരണം ചെയ്തിരുന്നു. ഇനി 1.5 മാസത്തോളം കഴിഞ്ഞ് മെയ് മാസം അവസാന ആഴ്ചയിൽ മാത്രമായിരിക്കും 2000 വീതമുള്ള അടുത്ത മാസത്തിലെ ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കളുടെ അക്കൗണ്ടുകളിലും കൈകളിലും എത്തിച്ചേരുക. അതായത് മെയ് 4-ന് ശേഷം വരുന്ന പുതിയ സർക്കാരിൻ്റെ കീഴിലുള്ള ആദ്യ പെൻഷൻ വിതരണമായിരിക്കും മെയ് അവസാന ആഴ്ചയിൽ ഉണ്ടാവുക. പുതിയ സർക്കാർ ഈ വർഷത്തെ പുതിയ ബജറ്റ് അവതരിപ്പിക്കുമ്പോൾ ക്ഷേമ പെൻഷൻ നിലവിലെ 2000 രൂപയിൽ നിന്ന് വർധനയുണ്ടാകുമോ എന്നും അറിയുവാൻ കഴിയും. സർക്കാരിൻ്റെ വിവിധ പെൻഷനുകളുമായി ബന്ധപ്പെട്ട ഇൻഫർമേഷനുകൾ മറ്റുള്ളവർക്കും കൂടി ഷെയർ ചെയ്യുക. മറ്റൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയുമായി വീണ്ടും കാണാം.